പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ കറുപ്പിനെ ഇത്രമാത്രം വെറുക്കുന്ന വേറെ ഒരാളില്ല, സത്യഭാമയല്ലാതെ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. വെളുത്ത നിറത്തിലും അതിൽ മാത്രം സൗന്ദര്യം കാണുന്ന സവർണ തിമിരത്തിന്റെ അന്ധതയിലാണോ കലാമണ്ഡലം സത്യഭാമയുടെ ഈ ആക്രോശങ്ങൾ? അതവന്റെ അല്ല, ഇവരെ ഞാൻ എവിടെയോ. ഫ്ലാഷ് ബാക്ക്. കോഴിക്കോട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക്, കറുത്ത മാസ്കും അനുവദിക്കില്ല. എങ്ങനെ ഇരിക്കണം? കറുത്ത മാസ്ക് ഇട്ട് വന്നവർക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് കയറാൻ മാസ്ക് ഊരണം. പകരം മഞ്ഞ നിറമുള്ള പുതിയ മാസ്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകി. പ്രതിഷേധം ഭയന്ന് പൊതുജനങ്ങളുടെ കറുത്ത മാസ്ക് കഴിപ്പിച്ചു 2ാം ദിവസവും മുഖ്യമന്ത്രിക്ക് സുരക്ഷ. കണ്ടു കഴിഞ്ഞാല് കിടന്നാവാം. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. നീ വാച്ച് പിടിച്ച നീ തള്ളനെന്ന് ഞാൻ കൊല്ലും. ജീവിച്ചിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഭൂമി കൊടുക്കാൻ വരുന്നത്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാൻ. കറുപ്പ് വിരോധത്തിൽ മാത്രമല്ല സത്യഭാമയും പിണറായി വിജയനും തമ്മിൽ സാമ്യമുള്ളത്. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. പൊട്ടുകുത്തി സാരി ഉടുത്ത ഒരു പിണറായി വിജയനാണോ സത്യഭാമ എന്നൊരു നിമിഷം തോന്നിപ്പോയി. മാധ്യമ പ്രവർത്തകരെ അവർ ആട്ടി ഓടിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ പിണറായി വിജയനെ ശരിക്കും ഓർത്തു. നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ അവിടെ വരണ്ടെന്നുള്ളത്, നിങ്ങൾ ഇവരാരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. തള്ള അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. എന്താ സംസാരം? ഇത് എന്റെ വീട്ടിൽ, ഇതൊക്കെ എല്ലാരും ഞാൻ വിളിച്ചോ നിങ്ങളെ? ഈശ്വര, നീ ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയെന്നാ ഞാൻ വഴിപാട് നടത്തുന്നത്. ഞാൻ പോകുന്നു. ബൈ ബൈ.